ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് SSLC പരീക്ഷ എഴുതി റിസൾട്ട് വന്ന കുട്ടികളുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകളും SSLC പരീക്ഷ എഴുതിയായിരുന്നു. അവൾക്ക് ഫുൾ A+ ആണ്. ഈ ഫുൾ A+ എന്ന് പറയുമ്പോൾ എല്ലാ മാതാപിതാക്കളുടെയും ചിന്താരീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ A+ വാങ്ങിച്ച കുട്ടിക്ക് ഒരുപാട് കഴിവുണ്ട് എന്നുള്ള ഒരു ചിന്താരീതിയാണ്. പക്ഷെ ഇതിനേക്കാളും കഴിവുകളുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്നൊരു കുട്ടി ആത്മഹത്യ ചെയ്തു. A+ കുറഞ്ഞു എന്നുള്ള പേരിലാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഞാൻ ഇനിയിപ്പോൾ +2 റിസൾട്ട് അറിയാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. നമ്മളൊരു A+ ഒതുങ്ങുന്നതല്ല നമ്മുടെ ജീവിതം. ഈ ഫുൾ A+ കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെയാണോ നമുക്ക് ജീവിതം മുന്നോട്ട് പോകുന്നത്? എന്നെ കേൾക്കുന്ന പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഫുൾ A+ കിട്ടിയാൽ മാത്രമാണ് ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളതില്ല. എൻ്റെ മകൾ എന്നോട് വന്ന് പരീക്ഷ കഴിഞ്ഞ് പറഞ്ഞത്, ഉറപ്പായിട്ടും ഒരു 7 A+ വരെ എനിക്ക് ഓക്കെയാണ്. 3 A+ എനിക്ക് കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, എൻ്റെ മോൾ 10ാം ക്ലാസ് ജയിക്കുമോ, അത് മതി. പിന്നെ കിട്ടുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം. അത്രയാണ് ഞങ്ങൾ സംസാരിച്ചത് ഇവിടെ. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അവരോട് കുറച്ച് ഇവിടെ ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. നീ ഫുൾ A+ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. അത് നമ്മൾ ആ കുട്ടി പഠിക്കാനായിട്ട് ഒരു ആഗ്രഹം വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടി ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു സപ്പോർട്ടിംഗ് ആണ്. എല്ലാ കുട്ടികളുടെയും മൈൻഡ് ഒരേപോലെ ആവണമെന്നില്ല, സാഹചര്യങ്ങൾ ഒരുപോലെ ആവണമെന്നില്ല. പരീക്ഷയൊക്കെ എടുക്കുന്ന സമയത്ത് ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കാം, ചിലപ്പോൾ ആ സമയത്ത് മറന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. ചില കുട്ടികൾക്ക് പരീക്ഷാ ഹാളിൽ കാണുന്ന സമയത്തായിരിക്കാം ഒരു ഭയം ഉള്ളിലേക്ക് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ മാതാപിതാക്കളോടും എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടെയൊക്കെ പഠനകാലത്ത് ഈ ഫുൾ A+ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ഫുൾ A+ കിട്ടിയെന്ന് പറയാനായിട്ട്? അന്നൊക്കെ 210 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കൊതിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനൊക്കെ 210 മാർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഒന്ന് പാസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് വേദനിച്ചിട്ടുള്ള വ്യക്തികളാണ്. കാരണം ഇല്ലായ്മയും വല്ലായ്മയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടെ നിന്ന ജീവിതത്തിലാണ് നമ്മൾ അന്ന് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഒരു കുട്ടി 10ാം ക്ലാസ് പാസ്സാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം. കാരണം പാസ്സായോ, ഓക്കെ എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇന്ന് ഫുൾ A+ കിട്ടിയാൽ മാത്രമാണ് ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്ന് കുട്ടികളും കൂടി ചിന്തിക്കുകയാണ്. കാരണം പേരൻസിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഹരാസിങ് അത് കുട്ടികളുടെ മനസ്സിൽ വളരെ വേദന ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. +2 റിസൾട്ട് വരാൻ പോവുകയാണ്. ദയവ് ചെയ്ത് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്ക് ഇടൽ കഴിഞ്ഞു, ഇനി അത് പബ്ലിഷ് ചെയ്താൽ മതി. കുട്ടികളെ നിങ്ങൾ വെറുതെ പ്രകോപിപ്പിക്കരുത്. എല്ലാ കുട്ടികളോടും, +2 എഴുതിയിരിക്കുന്ന എല്ലാ മക്കളോടും നിങ്ങൾ പറയേണ്ടത്, റിസൾട്ട് വരാറായിട്ടുണ്ട്.